നമസ്കാരം. ഹൗസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ ഭവനം. ആത്മീയ ദർശനത്തിൽ അധിഷ്ഠിതമായി സാമൂഹ്യ സേവനത്തിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ കൊടുത്തുകൊണ്ട് തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഒരു അനുഗ്രഹീത പ്രസ്ഥാനമാണ് ഹൗസ് ഓഫ് ഹോപ്പ് ട്രസ്റ്റ്. ജീവിത സായന്തനത്തിൽ ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ ജീവിത സായന്തനത്തിൽ പാർക്കുവാൻ ഇടമില്ലാതെ അലയുന്ന പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കുവാനും സാമൂഹ്യ പ്രതിബദ്ധതയോടെ സമൂഹത്തിൻ്റെ വേദനകൾ ഉൾക്കൊണ്ട് അങ്ങനെയുള്ളവരെയും ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ദർശനത്തോടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം നല്ല മനുഷ്യരുടെ ജീവിതത്തിൽ ഉടലെടുത്ത ഒരു സ്വപ്നമാണ് ഹൗസ് ഓഫ് ഹോപ്പ്. വളരെ വിശാലമായ കാഴ്ചപ്പാടുകളാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കുള്ളത്. ആ കാഴ്ചപ്പാടുകളെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സമൂഹത്തിന്, ആത്മീയ ലോകത്തിന് അത് ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്തണം എന്നതിനെക്കുറിച്ചും അതിൻ്റെ ഡയറക്ടേഴ്സ് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ നമ്മളോട് പറയുന്നു. ഇന്ന് ഈ അഭിമുഖത്തിൽ അതിൻ്റെ ഡയറക്ടേഴ്സായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ സാം വർഗീസ്, അഡ്വക്കേറ്റ് തോമസ് കറിയ, അഡ്വക്കേറ്റ് മാത്യു ഡാനിയൽ എന്നിവർ പങ്കുചേരുന്നു. ഹൗസ് ഓഫ് ഹോപ്പിനെ കുറിച്ച്, അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതിൻ്റെ പിന്നിൽ ആഗ്രഹിക്കുന്ന ദർശനങ്ങളെക്കുറിച്ച് അവർ തുറന്നു പറയുന്നു. നമുക്ക് ശ്രദ്ധിക്കാം. ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഹാർവസ്റ്റ് ടിവിയുടെ പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി. ഹൗസ് ഓഫ് ഹോപ്പ് ഈ നാളുകളിൽ പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഹൗസ് ഓഫ് ഹോപ്പ് എന്നുള്ള വലിയൊരു സ്വപ്ന പദ്ധതിയുമായിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എന്താണ് ഹൗസ് ഓഫ് ഹോപ്പ്? അതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? താങ്ക് യു ഷാജി. ഈ ദർശനം ദൈവം തന്നിട്ട് കുറേ വർഷങ്ങളായി, ഒരു 25 പരം വർഷങ്ങളായി ഒരു പാസ്റ്ററായിട്ട് ഞാൻ ഈ പട്ടണത്തിൽ നിൽക്കുന്നു. പല ഭവനങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകുമ്പോൾ ഒരു പ്രായം കഴിയുമ്പം മക്കളെല്ലാം വിദ്യാഭ്യാസം കഴിഞ്ഞവർ ജോലി തേടി വിദേശങ്ങളിലും മറ്റും പോകുന്നു. അവർ പിന്നീട് തിരിച്ചു വരുന്നില്ല. ഒരാവശ്യം വരുമ്പം വരും. അപ്പനും അമ്മയും നല്ല ജോലിയിലിരുന്നവരും ബിസിനസ് ചെയ്തവരോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നവരാണ്. പക്ഷേ പ്രായം ചെല്ലും തോറും അവർ ക്ഷീണിക്കുന്നു. ഈ പ്രായത്തിൻ്റെ ഒരു ചെറിയ കുഴപ്പം ഞാൻ പറയുകയാണ്, എ സെൻസ് ഓഫ് പവർലെസ്നെസ്. ഇനി ഞങ്ങളെ കൊണ്ട് ഒന്നിനും ശക്തിയില്ല, ആരോഗ്യമില്ല, പഴയ പോലെ പറഞ്ഞാൽ കേൾക്കുന്നില്ല, വീട്ടിലാരുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര ലോൺലിനെസ്, ഒരു ഏകാന്തതയുണ്ടാവും. ഞങ്ങളെ ആർക്കും വേണ്ട, മക്കളുണ്ട്, അവർക്ക് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ അവരിവിടെ ഇല്ല. പിന്നെ ഒരു യൂസ്ലെസ്നെസ്, നമ്മളാർക്കും ഒരു പ്രയോജനമില്ല. ഒരു കാലത്ത് ഇവർ വലിയ ആൾക്കാരായിരുന്നു, പക്ഷേ ഇപ്പം നമ്മളെ കൊണ്ട് ആർക്കും വേണ്ട. ഇതൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോവുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം MP ശ്രീ ശശി തരൂർ കഴിഞ്ഞ മാരാമൺ കൺവെൻഷന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് കടമെടുക്കട്ടെ. കേരള ഈസ് ബിക്കമിങ് എ ഓൾഡ് ഏജ് ഹോം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് സത്യമാണ്. അടുത്ത വർഷങ്ങളിൽ നമ്മുടെയൊക്കെ വീടുകളിൽ ശരിക്കും പറഞ്ഞാൽ പ്രായമുള്ളവർ മാത്രമേ കാണൂ. പക്ഷേ അവർക്ക് സമയാസമയം ഭക്ഷണം വേണം, അവരെ ആരെങ്കിലും ഒന്ന് തിരക്കണം, പിന്നെ അവർക്ക് ആരോടെങ്കിലും മിണ്ടിയും പറഞ്ഞു ഇരിക്കണം. ഒരാവശ്യഘട്ടത്തിൽ പെട്ടെന്ന് അവരെ ഒന്ന് ആശുപത്രിയിലാക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന വൈദ്യ ചികിത്സാ സഹായങ്ങൾ എത്തിക്കുകയും മറ്റും വേണം. ഇനി എല്ലാറ്റിലുപരി ഒരു പാസ്റ്റർ നിലയ്ക്ക് ഞാൻ പറയട്ടെ, എൻ്റെ ഒരു ഭാരം, എന്നാലും ഒരു ദിവസം ഇവിടം കണ്ണടയ്ക്കും, പക്ഷേ എവിടെ പോയി കണ്ണ് തുറക്കുമെന്നുള്ള ആ ഉറപ്പ്, ആ പ്രത്യാശ വേണം. അപ്പം ദൈവമക്കളാണെങ്കിലും ശരി, മരണത്തിനായിട്ട് അവരെ ഒരുക്കുകയും അവരെ പ്രത്യാശയോടെ അക്കരയ്ക്ക് കടത്തിവിടുകയും ചെയ്യുന്നൊരു ചുമതലയും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഹൗസ് ഓഫ് ഹോപ്പ് എന്ന് തന്നെ ഇതിൻ്റെ പേര് അതിൻ്റെ പിന്നിൽ വരാൻ കാരണമായത്. ഹൗസ് ഓഫ് ഹോപ്പിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്, ഏതൊക്കെ അതിനെ ഡിവൈഡ് ചെയ്താൽ ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്? അവിടെ നമുക്ക് ആദ്യമേ എന്ന് പറയട്ടെ, ദൈവനാമം മഹത്വത്തിനായിട്ട് പറയുകയാണ്. ഞങ്ങൾ ഈ ഒരു ആശയം ഞാൻ പലവട്ടം സഭയിൽ ഇത് പറയുകയും കാണുന്നവരോടൊക്കെ ഞാൻ ഈ ആശയം ഇങ്ങനെ പങ്കുവയ്ക്കും. അപ്പോൾ എല്ലാവരും പറഞ്ഞ നല്ല കാര്യം, ഇത് തീർച്ചയായിട്ടും ഇത് വേണം, പക്ഷേ ആദ്യം വേണ്ടുന്നൊരു സ്ഥലമാണ്. അങ്ങനെ ഇരിക്കുകയാണ്. ചില സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പോയി നോക്കി. ഇതിന് കുറച്ച് സ്ഥലം പോരെ, കുറച്ച് കൂടുതൽ സ്ഥലം മനസ്സിലൊരു സ്വപ്നമായിട്ട് കടന്നു. ഭയങ്കര വിലയൊക്കെ അല്ലേ പറയുന്നത്. അങ്ങനെ തിരുവനന്തപുരം സിറ്റി തന്നെ പോത്തങ്കോടിനോട് ചേർന്ന് ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ മെയിൻ റോഡിൽ നിന്ന്. ഒരു 1.5 ഏക്കർ നിരന്ന നല്ല ഉയർന്ന ഭൂമി നമുക്ക് കിട്ടി. അത് കോടികൾ വില മതിപ്പുള്ള 2 ഏക്കറാണ്. അത് ഗൾഫിൽ ബിസിനസ്സുകാരനായ ഒരു വ്യക്തി, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു അങ്കിളാണ്.
അദ്ദേഹം ഒരു തന്നെ വിളിച്ചിട്ട് നിങ്ങളിങ്ങനെ ഒരു നല്ലൊരു കാര്യം പറയുന്നത് കേട്ടു, സ്ഥലമായോ? ഞാൻ പറഞ്ഞില്ല, അത് ഇങ്ങനെ എൻ്റെ ഒരു സ്ഥലമുണ്ട്, അത് എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞ് ആ സ്ഥലം ഇങ്ങനെ ഞങ്ങൾക്ക് തന്നു. അങ്ങനെയാണ് ഒരു ട്രസ്റ്റ് ഫോം ചെയ്ത് ആ ട്രസ്റ്റിലേക്ക് ഈ 2 ഏക്കർ സ്ഥലം ലീസ് എഴുതി തന്ന് അങ്ങനൊരു ഞങ്ങളൊരു ബോർഡ് രൂപീകരിച്ച് ഒരു ആർക്കിടെക്റ്റ്, മിസ്റ്റർ കോഷ്യലെക്സ് ആണ് നമ്മുടെ ആർക്കിടെക്റ്റ്, അദ്ദേഹത്തോട് പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഡ്രോയിങ്സൊക്കെ എടുത്ത് ആ 2 ഏക്കറിനുള്ളിൽ 2 കെട്ടിടങ്ങളാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവർ പറയും. അദ്ദേഹം ഇതിൽ പങ്കാളിയാണോ? തീർച്ചയായിട്ടും അദ്ദേഹം ഈ ട്രസ്റ്റിൻ്റെ സെറ്റിലർ അദ്ദേഹമാണ്. അതിൻ്റെ മാനേജിങ് ട്രസ്റ്റിയായിട്ട് ഞാനും ഇരിക്കുന്നു. ബാക്കി ഉത്തരവാദപ്പെട്ട സഹോദരന്മാർ അതിൻ്റെ ട്രസ്റ്റീസും ഡയറക്ടേഴ്സുമായിട്ട് കാര്യങ്ങളൊക്കെ. അഡ്വക്കേറ്റ് മാത്യു ഡാനിയലിനോടാണ് ഇനി എൻ്റെ ചോദ്യം. ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതായ ഈ സ്ഥലത്ത്, പ്രത്യേകിച്ച് ഹൗസ് ഓഫ് ഹോപ്പിൻ്റെ കല്ലിടിയിൽ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ പണികളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്? നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അവിടെ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് സീനിയർ സിറ്റിസൻസിന് താമസിക്കുവാനുള്ള 52 യൂണിറ്റുകൾ നമ്മൾ ആണ് ഇപ്പോൾ പണിയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 42 യൂണിറ്റ് പ്രീമിയം ടൈപ്പാണ്. അതൊരു ഇച്ചിരി സ്പേഷ്യസ് ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. 650ഓളം സ്ക്വയർ ഫീറ്റിലാണ് അത് പണിയുന്നത്. മാത്രമല്ല അവിടെ ഒരു ഹോം നേഴ്സിനെ കൂടെ താമസിപ്പിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടാവും. അല്ലാതുള്ള 10 യൂണിറ്റ് ഡീലക്സ് ടൈപ്പാണ്. അത് 450 സ്ക്വയർ ഫീറ്റ് ഉള്ളതാണ്. അതിനെല്ലാം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂം, വാഷ്റൂം, ബാൽക്കണി, ഒരു ചെറിയ കിച്ചണായിട്ട് ഇങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടെ വളരെ സന്തോഷപ്രദമായി സൗകര്യപ്രദമായി അവരുടെ ജീവിത സായാഹ്നം ചെലവഴിക്കുവാനുള്ള ഫെസിലിറ്റികളെല്ലാം നമ്മളവിടെ ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ പണികൾ, അതായത് ഈ സമയത്ത് പണികൾ ആരംഭിച്ചെന്ന് നമ്മൾ അറിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ പണികളൊക്കെ ഏത് സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്? ദൈവഹിതമാണെങ്കിൽ 2025 അത് ഒക്കുപ്പൻസി തുടങ്ങുവാനാണ് ഉദ്ദേശിക്കുന്നത്. 2024 ഒടുവിലോടുകൂടി അതിൻ്റെ പണികൾ പൂർത്തീകരിക്കും. അല്ലെങ്കിൽ 2025 ഇത് കമ്മീഷൻ ചെയ്യണമെന്നുള്ള പ്രത്യാശയിലും പ്രതീക്ഷയിലുമാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഓക്കെ. സാധാരണ നമ്മൾക്ക് പലപ്പോഴും ക്രൈസ്തവ സമൂഹത്തിൽ ധാരാളം ഓർഫനേജുകളുണ്ട്, അതുപോലെ തന്നെ ആതുരാലയങ്ങളുണ്ട്, ധാരാളം പ്രവർത്തനങ്ങൾ ഉണ്ട്. എന്നാൽ ജീവാരണ്യ പ്രവർത്തന മേഖലയിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊരു വ്യത്യസ്തമായ പ്രോജക്റ്റാണ്. ഇങ്ങനെ ഒരു ദർശനം, ഇത് മുൻകാലത്ത് മനസ്സിലുണ്ടായിരുന്ന ദർശനമാണോ, അതോ ഈ കാലഘട്ടത്തിൽ ഇത് ആവശ്യകതയെന്ന് തോന്നി ദൈവം നൽകിയ ഒരു ദർശനമാണോ? തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന് കണ്ട് ദൈവം ഉള്ളിൽ തന്നൊരു ഭാരം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം എല്ലാ വീടുകളിലും ഇതിൻ്റെ ആവശ്യം കാണുന്നു. എന്നോട് പലരും പറയാറുള്ളത്, ഒന്നും മിണ്ടിയും പറഞ്ഞിരിക്കാൻ പോലും ആരുമില്ല. മക്കൾ വിളിക്കുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്, വീഡിയോ കോളിട്ട് സംസാരിക്കുന്നു, അതൊക്കെ ശരി, അത് എത്ര നേരമാണ്. പക്ഷേ ബാക്കി സമയമൊക്കെ ആക്റ്റീവായിട്ടിരുന്ന മനുഷ്യരാണെന്ന് ഓർക്കണം. ജീവിത പങ്കാളി ഒരാളങ്ങ് മരിക്കും, ഇപ്പോൾ ഒരു വിഡോ അല്ലെങ്കിൽ വിഡോറാവും. സ്ത്രീകളാണെങ്കിൽ വിധവയാണെങ്കിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചിരിക്കും. ഈ വിഡോറാണെങ്കിൽ ഈ ഭാര്യയാണ് മരിക്കുന്നതെങ്കിൽ ഭർത്താവിൻ്റെ കാര്യം പോക്കാണ്. കാര്യം വലിയ കഷ്ടമാണ്. ഞാൻ അങ്ങനെയുള്ള ഒത്തിരി പേരെ കാണുന്നുണ്ട്. അപ്പം അവർക്ക് പകലൊന്ന് മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ പകൽ വീടെന്നൊരു ആശയം കുറേ നാൾ മുമ്പേ ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് കഴിഞ്ഞ മാസം തുടങ്ങി. അതായത് പകൽ നമ്മുടെ വാൻ പോയി അവരെ കൊച്ചു കുഞ്ഞുങ്ങളെ ഡേ കെയറിലേക്ക് കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരും. പകൽ മുഴുവൻ അവരെ ആക്റ്റീവായിട്ട് ഇരുത്തി കാര്യങ്ങളൊക്കെ ചെയ്ത് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ നല്ലപോലെ കൊടുത്ത് വൈകിട്ട് ചായയും കൊടുത്ത് അവരെ വണ്ടിയിൽ തന്നെ തിരിച്ചു കൊണ്ട് ഏൽപ്പിക്കും. അതിന് ഓരോ ദിവസത്തേക്ക് ഒരു ചാർജുണ്ട്. ആ ചാർജ് അവർ തരണം. ദിവസം തോറുമാണ്. അത് ആഴ്ചയിൽ 3 ദിവസം വീതം, തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ്. അപ്പോൾ പകൽ വീട് ഓൾറെഡി തുടങ്ങി. അത് ഞങ്ങളൊരു പരീക്ഷണമാണ്. കാരണം എന്തായാലും ഈ സെൻറ്ററിൽ ഒരു പകൽ വീട് ഉണ്ടാവും. അതവിടെ താമസിക്കുന്നവരെ കൂടാതെ സിറ്റിയിൽ നിന്നും ആർക്കൊക്കെ വേണമെങ്കിലും പകൽ വന്ന് അവിടെ ഒരുമിച്ച് കൂടി ഒരു നല്ല കമ്മ്യൂണിറ്റി, ഒരു നല്ല സമൂഹമായിട്ട് ഇടപഴകി അവിടെ പാട്ടും പ്രാർത്ഥനയും മാത്രമല്ല മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ട്. അവരുടെ മനസ്സും ഒക്കെ നന്നായിട്ട് ആക്റ്റീവ് ആകാൻ. കാരണം ഈ ഡെമൻഷ്യ പോലത്തെ കാര്യങ്ങൾ വരാതിരിക്കണമെങ്കിൽ നല്ല ആക്ടിവിറ്റി ഉണ്ടാവണം. അപ്പോൾ അതിനവരെ ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. പക്ഷേ അതിപ്പോൾ പകൽ വീട് വളരെ നന്നായിട്ട് പോകുന്നു. അപ്പോൾ ഈ പകൽ വീടിന് സമൂഹത്തിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? ഇതിൻ്റെ തുടക്കത്തിൽ ലഭിച്ചിരിക്കുന്ന പ്രതികരണം? അയ്യോ, ഈ വളരെ നല്ല പ്രതികരണമാണ്. 102 വയസ്സുള്ള ഒരു അപ്പച്ചൻ വരെ 2 ആഴ്ച മുമ്പ് വന്നു. അത് ഞങ്ങൾക്ക് വലിയൊരു പ്രോത്സാഹനമായിരുന്നു. വളരെ സന്തോഷം. പ്രത്യേകിച്ച് വരുന്നവർക്ക് മാത്രമല്ല, അവരുടെ വീട്ടുകാർക്കും മക്കൾക്കും ഭയങ്കര സന്തോഷം. കാര്യം ഈ അവർ വളരെ സന്തോഷമായിട്ട് ഈ വീട്ടിൽ മിണ്ടേയും പറഞ്ഞിരിക്കാൻ ആളില്ല, എപ്പോഴും ഒരു മൂകതയാണ്, അല്ലെങ്കിൽ ഇത് ഉറക്കമാണ്, അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല, മടുപ്പാണ്. പക്ഷേ ഇത് വരുമ്പോൾ അവർ സ്കൂളിൽ പോകാൻ പിള്ളേർ കാത്തിരിക്കുന്ന പോലെ വളരെ സന്തോഷത്തോടെ പകൽ വീട്ടിലേക്ക് വരുന്നതാണ് ഞങ്ങൾ കാണുന്നത്.
ഹൗസ് ഓഫ് ഹോപ്പ് എന്ന് പറയുന്നത് വിവിധ ദർശനങ്ങളിൽ അധിഷ്ഠിതമായി ആരംഭിച്ചിട്ടുള്ള പ്രസ്ഥാനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സാമൂഹ്യ സേവനം, ആത്മീക ദർശനം, അപ്പോൾ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതിൻ്റെ മേൽനോട്ടം, അതിനുവേണ്ടി ക്രമീകരിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് അഗാപ്പെ സെൻറ്റർ. എന്താണ് അഗാപ്പെ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ? അനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അവിടെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിന് പ്രത്യേകമായി അതിന് അഗാപ്പെ സെൻറ്റർ എന്ന പേര് കൊടുത്ത് ഒരു ബിൽഡിംഗ് തന്നെ സെപ്പറേറ്റ് അതിനു വേണ്ടി ഞങ്ങൾ അവിടെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ മെയിനായിട്ട് ഉള്ളത് ഇപ്പോൾ പാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഉള്ള ആ പകൽ വീട് എന്നുള്ള ആ കോൺസെപ്റ്റ് അവിടെ നമ്മൾ ആരംഭിക്കും. ഇപ്പം നമ്മൾ തുടങ്ങിയിരിക്കുന്നത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. രണ്ടാമത് ഫ്രീ മെഡിക്കൽ ഒരു ക്ലിനിക്ക് അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള ക്ലിനിക്ക്, അതുപോലെ ഫ്രീ ട്യൂഷൻ സെൻറ്റർ, അതുപോലെ സ്കിൽ ട്രെയിനിങ്, അത് യൂത്തിനും വുമണിനുമുള്ള സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസ്, അതുപോലെ കൗൺസിലിങ്, ഫ്രീ കൗൺസിലിങ് പ്രോഗ്രാംസ്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് ഉതകത്തക്ക രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അവിടെ. അതോടൊപ്പം തന്നെ ആത്മീയ മേഖലയിൽ ഞാൻ ഇതിൻ്റെ ബ്രോഷറിൽ കണ്ടതാണ്, ആത്മീയ മേഖലയിൽ അല്ലെങ്കിൽ വടക്കിൻ്റെയിൽ അതുപോലുള്ള വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിച്ച മിഷണറിമാർ, ഒറ്റപ്പെട്ടു പോയ മിഷണറിമാർ, പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ളവർ, ഭാര്യ മരിച്ചുപോയതോ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ മരിച്ചുപോയതോ ഒക്കെ ആയിട്ടുള്ള ദാസന്മാരെ ഇങ്ങോട്ട് ചേർത്ത് പിടിക്കാനുള്ള ഒരു ശ്രമം ഇതിൻ്റെ ഭാഗമാണെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അത് ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും അതിന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നോർത്ത് ഇന്ത്യയിലൊക്കെ സുവിശേഷം നടത്തിക്കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ വന്ന് മറ്റ് ആശ്രയമില്ലാതെ നിൽക്കുന്ന പാസ്റ്റർമാരെ അവരുടെ കുടുംബത്തെയും നമ്മൾ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക വിങ് ഹോപ്പ് സെൻറ്ററിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവരുടെ ജീവിതകാലം മുഴുവൻ അവർക്ക് അവിടെ താമസിക്കാവുന്നതാണ്. അതും നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ആലോചിക്കുന്നൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഹോപ്പ് സെൻറ്ററിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതിൻ്റെ പണികൾ ആരംഭിച്ചതായിട്ട് പറഞ്ഞു. എന്തൊക്കെ ഫെസിലിറ്റിയാണ് അവിടെ ഒരുക്കുന്നത്? നമ്മളവിടെ വളരെ മനോഹരമായ പല ഫെസിലിറ്റികളും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത് ഗസ്റ്റ് റൂംസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ താമസിക്കുന്ന സീനിയർ സിറ്റിസൻസിൻ്റെ മക്കളോ ബന്ധുക്കളോ വിദേശ നാടുകളിൽ നിന്ന് വരികയാണെങ്കിൽ അവരോടൊപ്പം അവിടെ പാർക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായ അവരുടെ ആരോഗ്യത്തിൻ്റെ പ്രയോജനപ്രദമായ നിലയിലുള്ള ആഹാരം നമ്മളവിടെ കൊടുക്കുന്നു. ഫുൾ ലോണ്ട്രി എല്ലാം കഴിഞ്ഞ് തുണിയെല്ലാം നനച്ച് തേച്ച് മടക്കി അവർക്ക് കൊടുക്കുന്നു. അതുപോലെ പാർക്കിംഗ്, വണ്ടി സ്വന്തമായിട്ടുള്ളവർക്ക് അവരുടെ വാഹനം അവിടെ പാർക്ക് ചെയ്യാം. ഡ്രൈവേഴ്സിന് ഓൺ കോൾ, അവർക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലോ നാട്ടിലേക്ക് പോകണമെങ്കിലോ ഷോപ്പിങ്ങിന് പോകണമെങ്കിലോ അതിനുള്ള ഫെസിലിറ്റികൾ അവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഹോസ്പിറ്റൽ കെയർ നമ്മൾ അവിടെ അവർക്ക് ആവശ്യമായിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ, അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിൽ സമയാസമയങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനും തിരിച്ചു കൊണ്ടുവരുന്നതിനും ഉള്ള ഫെസിലിറ്റികൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചാപ്പൽ സർവീസുണ്ട്. എല്ലാ സമയങ്ങളിലും പ്രാർത്ഥനയ്ക്കും ദൈവദിനം ശ്രദ്ധിക്കുന്നതിനും ഒക്കെയുള്ള കൂട്ടായ്മയ്ക്കുള്ള ഫെസിലിറ്റി നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് റൂമിൽ തന്നെ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല നമ്മളിപ്പോൾ കേട്ടതുപോലെ ഇവർക്ക് മാനസികമായി ഡൗൺ ആകാതെ അവർക്ക് കൗൺസിലിങ്ങും അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ എൻകറേജ് ചെയ്യുന്ന ഒരു ടീം എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡോർമെറ്ററിയുടെ കാര്യം നമ്മൾ കേട്ടു. സുവിശേഷ വേലയിൽ ആയിട്ട് അവർ ഒറ്റപ്പെട്ടു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ താമസിക്കാം. അതൊരു ചാരിറ്റി വർക്കാണ്. അത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്നു. മാത്രമല്ല എല്ലാ മാസവും അവരുടെ ആക്ച്വൽ കോസ്റ്റ് മതി. ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. നമുക്ക് എത്ര രൂപ അവിടെ ചിലവാകുന്നുണ്ടോ അവിടുത്തെ അത് മാത്രം ആകെ ഉള്ള ഇൻഹാബിറ്റൻസ് നമ്പറും ഡിവൈഡ് ചെയ്ത് ഒരു പൈസ പോലും എന്തൊരു പ്രോഫിറ്റോ ആർക്കും അങ്ങനെ കൊടുക്കാതെ ചിലവുകൾ മാത്രമേ ആളുകൾ ഇത് മേടിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ഒരു സുവിശേഷ സംരംഭമാണ്. അങ്ങനെയുള്ള ഒരു ദർശനത്തോടു കൂടിയാണ് നമ്മൾ തുടങ്ങുന്നത്. ഒരു വലിയ മനസ്സിനുടമയാണ് ഇത്തരത്തിൽ ഈ ഭൂമി അനുവദിച്ച് ഇങ്ങനെ ഒരു ക്രമീകരണത്തിന് സാധ്യതയൊരുക്കിയത്. എന്നാൽ ഈ ജീവിത സായന്തനത്തിൽ ഇതുപോലെ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ടു പോകുന്ന പ്രിയപ്പെട്ടവരെ അവർക്കൊരു പുനരധിവാസമോ അല്ലെങ്കിൽ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള ആ താല്പര്യവും വളരെ അഭിനന്ദനം അർഹിക്കുന്നു. എന്നാൽ എങ്ങനെയാണ് ഇപ്പോൾ അവർക്കിവിടെ റൂം ക്രമീകരിക്കുക, അല്ലെങ്കിൽ അത് എത്രത്തോളം ഫണ്ടാണ് അതിനുവേണ്ടി നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്? ഇതിനാകെ ചിലവാകുന്ന തുക ഏകദേശം 20 കോടിയാണ്. അത് സത്യം പറഞ്ഞാൽ തുക കേൾക്കുമ്പം ഞങ്ങൾക്ക് തന്നെ പേടിയാവുന്നു. ഈ 52 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആ 52 യൂണിറ്റും നമ്മളിത് വിൽക്കുകയല്ല. ഇതൊരു ഫ്ലാറ്റ് പോലെ നമ്മൾ 5 നിലയിലാണ് ഈ കെട്ടിടം. അപ്പോൾ ഇത് നമ്മൾ ഓരോ 52 ഫ്ലാറ്റുകൾ
അതെ, 52 ഫ്ലാറ്റുകൾ എന്ന് പറയാം, യൂണിറ്റ്സ് എന്നാണ് Units. പറയുന്നത് നമ്മൾ. 5 നിലയിൽ 52 ഓക്കെ. യൂണിറ്റ്സ് ഉണ്ട്. 5 നിലയിലായി അതെ, 52 യൂണിറ്റ്. അത് 42 പ്രീമിയം യൂണിറ്റുകളും 10 ഡീലക്സ് യൂണിറ്റുകളും പിന്നെ കുറച്ച് ഡോമിനറ്ററീസും ഉണ്ട്. ഓക്കെ. അപ്പം ഇത് നമ്മൾ വിൽക്കുകയല്ല, കാരണം ഒരു ബിൽഡറെ പോലെ നമ്മൾ കെട്ടിടം പണിഞ്ഞ് ഓരോരുത്തർക്ക് വിറ്റ് കൊടുക്കുകയല്ല. ഇത് റീഫണ്ടബിൾ ഡെപ്പോസിറ്റാണ് ചെയ്യുന്നത്. അതായത് ഒരു യൂണിറ്റ് ഒരു ദമ്പതികൾ എടുക്കുകയാണെങ്കിൽ, പ്രായമായ 2 പേര് എടുക്കുകയാണെങ്കിൽ അവരുടെ മരണം വരെ അവർക്കത് അവിടെ താമസിക്കാം. ഇനി അവരുടെ മരണശേഷം അവരുടെ അനന്തരാവകാശികൾക്ക് അത് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഇത് റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് ആയതുകൊണ്ട് ആ പണത്തിൻ്റെ ഒരു ചെറിയ ശതമാനം കഴിച്ച് ബാക്കി അവർക്കത് ആ ഡെപ്പോസിറ്റ് അങ്ങ് തിരികെ കൊടുക്കും. അതാണ്, അത് വേറൊരാൾക്ക് നമുക്ക് പിന്നെ കൊടുക്കുക. അതുകൊണ്ടാണ്, അതാണ് എൻ്റെ കാര്യം. അപ്പോൾ ഇത് എങ്ങും ഒരു സെയിൽ എന്നൊരു പരിപാടിയില്ല. ഇത് റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുന്നു. അവരുടെ ഇതുപോലെ വന്ന് അവരവിടെ താമസിക്കുന്നു. അവരുടെ ജീവിതകാലം മുഴുവൻ താമസിച്ച് ഒരാൾ ആദ്യം മരിക്കും, പറയാം, രണ്ടുപേരും ഒന്നിച്ച് മരിക്കത്തില്ലല്ലോ. ഒരാൾ പോവും, അടുത്ത ആളും പോകുമ്പം തീർച്ചയായിട്ടും അത് ഒഴിയുന്നു. അവകാശികളുണ്ടെങ്കിൽ അവർക്കത് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ അന്നൊരു ഡിഫറൻസ് തരേണ്ടി വരും. കാര്യം അന്ന് ചിലപ്പം നമ്മൾ പറയുന്ന ഈ തുകയായിരിക്കത്തില്ല, 1 കോടി രൂപ ആയിരിക്കും ചിലപ്പോൾ ഒരു യൂണിറ്റിന് അന്ന് നിലവിലുള്ളൊരു വില. അപ്പം ആ ഡിഫറൻസ് അവർ ചെയ്യേണ്ടി വരും. അപ്പം ഇവിടെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പിന്നെ പാല് മേടിക്കാൻ പോകണ്ട, പഴം മേടിക്കാൻ പോകണ്ട, പത്രം പ്രത്യേകിച്ച് വരുത്തണ്ട, ടെലിഫോൺ ബില്ല് ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും അവിടെ നടക്കും. പിന്നെ ഒരു ചാപ്പലുണ്ട്, ആത്മീയ കൂട്ടായ്മകളുണ്ടാവും. ഇനി എല്ലാറ്റിലുപരി മെഡിക്കൽ സൗകര്യങ്ങൾ അതൊരു വലിയ ആവശ്യം തന്നെയാണ്. കാരണം ആദ്യം ബലമൊക്കെ ഉണ്ടെന്ന് തോന്നും, പിന്നെ ബലം കുറയും, കിടപ്പാവും, കിടപ്പ് രോഗികളെന്ന് പറയാറില്ലേ. അപ്പോൾ അവർക്കാണ് ഈ ഹോം നേഴ്സിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു ക്യൂബിക്കിളും കൂടെ ആ പ്രീമിയം യൂണിറ്റിലുണ്ട്. അതായത് ഒരു റൂമിൽ ഒരു ലിവിങ് സ്പേസ്, ഒരു ബെഡ്റൂം, പിന്നെ ഒരു ചെറിയ പാൻട്രി, നല്ലൊരു വാഷ്റൂം, പിന്നെ ഒരു ചെറിയ ഒരു ബാൽക്കണി വളരെ മനോഹരമായ ഒരു ബാൽക്കണിയാണ്. നല്ല ഒന്നാം തരം ഒരു ഫർണിഷിംഗാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സ്വന്തം വീട് പോലെ കഴിയാം. പിന്നെ ഒരു പ്രശ്നം, ഒരു സ്വന്തം വീട്ടിൽ വർഷങ്ങളായി കഴിഞ്ഞവർക്ക് ഇതിലോട്ട് വരുമ്പം ചില സ്ഥലക്കുറവുണ്ടെന്നുള്ള സത്യമാണ്. പിന്നെ എത്രയൊക്കെ നമ്മൾ വലിയ വീട്ടിൽ താമസിച്ചാൽ അവസാനം 6 അടിയുള്ളൊരു കുഴിയിൽ പോയി ഒതുങ്ങണം. അതെ. അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് അല്പം നേരത്തെ ഒന്ന് ഒതുങ്ങി തുടങ്ങുന്നത് നല്ലതാണ്. അത് ഡൗൺ സൈസ് ചെയ്യാന്ന് പറയുന്നത്, അമേരിക്കയിലൊക്കെ ഡൗൺ സൈസ് ചെയ്യാന്ന് പറയും. അതൊന്ന് ചെയ്യാനുള്ളൊരു പരിശീലനം കൂടെയാണെന്നും കൂടെ ഇത് കൊടുക്കുക. പിന്നെ ഭക്ഷണം, രുചികരമായ ഭക്ഷണം നമ്മളൊന്നും അറിയാതെ നമ്മുടെ ഡൈനിങ് ഹാളിൽ പോയി കഴിക്കാം, അല്ലെങ്കിൽ റൂമിലേക്ക് കൊണ്ടുവന്ന് കഴിക്കാം. അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. 52 യൂണിറ്റുകൾ. ഈ യൂണിറ്റുകളെ പ്രീമിയം എന്നും അതുപോലെ തന്നെ ഡീലക്സ് എന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഇതിന് ഏത് തരത്തിൽ ഉള്ള തുകയാണ് നിങ്ങൾ ഇതിൻ്റെ സംഘാടകർ ക്രമീകരിച്ചിരിക്കുന്നത്? നമ്മളിപ്പോൾ ഒരു പ്രീ ലോഞ്ച് ഓഫറായിട്ട് തുടക്കത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് വളരെ മിതമായ നിരക്കാണ്. 35 lakhs, 35 ലക്ഷം രൂപ 3 അല്ലെങ്കിൽ 4 ഗഡുക്കളായിട്ട് തന്നാൽ മതി. അതിന് നമ്മൾ കൊടുക്കുന്നത് പ്രീമിയം അപ്പാർട്ട്മെൻ്റ് ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത്. 600ഓളം സ്ക്വയർ ഫീറ്റിലുള്ള വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഫെസിലിറ്റി അവർക്ക് കിട്ടും. മുമ്പ് പറഞ്ഞ പോലെ ഒരു ഹോം നേഴ്സിനെ കൂടെ താമസിക്കാനുള്ള റൂം ഉണ്ടായിരിക്കും. അതില്ലാതെ ഡീലക്സ് റൂമാണ് എടുക്കുന്നതെങ്കിൽ അത് 25 ലക്ഷമാണ് ഇപ്പോൾ. ഇത് ലിമിറ്റഡ് ടൈമിലേക്കുള്ള ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്കുള്ളൊരു ഫീസാണ്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ വളരെ കൂടുതലായതുകൊണ്ട് ഫർണിഷിങ്ങിൻ്റെ എക്സ്പെൻസൊക്കെ ഉള്ളതുകൊണ്ട് അത് വീണ്ടും റിവൈസ് ചെയ്യും. ഇപ്പോൾ ഒരു പ്രീ ലോഞ്ച് ഓഫറായിട്ട് 35 lakhs ഫോർ പ്രീമിയം അപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് 25 lakhs ഫോർ ഡീലക്സ് അപ്പാർട്ട്മെൻറ്റ്. ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 2 പേർക്ക് ഇതിനകത്ത് താമസിക്കാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അല്ലെങ്കിൽ അങ്ങനെ വേണ്ടപ്പെട്ട 2 പേർക്ക് ഈ മുറിയിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിരിക്കും. 25 lakhs, 35 lakhs ഇത് കൂടാതെ വേറെ എന്തൊക്കെ ചെലവുകൾ, എന്തെങ്കിലും ചെലവുകൾ ഇവർക്കുണ്ടോ അവിടെ താമസിക്കുമ്പോൾ? 35 lakhs തരുമ്പോൾ 2 പേർക്ക് ആ റൂമിൽ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. 25 lakhs ഉള്ള റൂമും 2 പേർക്കുള്ളതാണ്. ഈ ഓരോ മാസവും അവിടെ എത്ര രൂപ, ഇതൊരു നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ലാഭം ഒട്ടും പ്രതീക്ഷിക്കുന്ന കാര്യമല്ല. ആകെ ചിലവ്, ആക്ച്വൽ കോസ്റ്റിനെ ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആകെ എത്ര രൂപയാകുന്നു, വളരെ മിതമായ നിരക്കിൽ ആ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് ലാഭം എന്നൊരു കോൺസെപ്റ്റ് ഇല്ല, നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതായത് മെയിനായിട്ട് ഭക്ഷണത്തിനാണ് ചിലവാകുന്നത്. മരുന്നും മറ്റു കാര്യങ്ങളും അവരവരുടെ സ്വന്തം ചിലവാണ്. പക്ഷേ ഭക്ഷണവും മറ്റേ കോമൺ അമ്യൂണിറ്റീസിനെല്ലാം ഉള്ള തുക എത്രയാകുന്നോ അത് മൊത്തത്തിലൊരു മാസം ചിലവാകുന്നതിനെ ഡിവൈഡ് ചെയ്ത് എത്ര പേരുണ്ടോ അവരത് തുല്യമായിട്ടത് അത് ചിലവാക്കും. അതാ കാര്യം. അല്ലെങ്കിൽ ആ ചിലവ് വഹിക്കണം. അതാ കാര്യം. അത് അവർക്ക് അവരുടെ മുന്നിൽ അങ്ങനെ ഒരാളെ നിയോഗിച്ച് ചെയ്യുകയാണോ, അതോ ഈ ട്രസ്റ്റ് തന്നെ ഇത് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യുമോ? എല്ലാവരും കൂടെ ചേർന്നൊക്കെ തന്നെ ചെയ്യാൻ പറ്റുമായിരിക്കും. ഈ ഫ്ലാറ്റുകളിലൊക്കെ അങ്ങനെയല്ല, അസോസിയേഷൻ തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന പോലെ. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഈ ട്രസ്റ്റ് തന്നെ കാര്യങ്ങൾ അതിനുള്ള ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്.
പ്രത്യേകിച്ച് ഈ പ്രായമുള്ളവരെ പരിപാലിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവരുടെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ധാരാളം ഹോസ്പിറ്റലുകളുണ്ട്, അത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി നാം എന്തൊക്കെയാണ് ക്രമീകരണങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അത് നല്ല ചോദ്യമാണ്. ഞങ്ങളുടെ സമൂഹത്തിൽ തന്നെ ഒരുപാട് ഡോക്ടേഴ്സുണ്ട്. ഈ ജീറിയാട്രിക്സിൽ സ്പെഷ്യലൈസ് ചെയ്തവരുണ്ട്, കാർഡിയോളജിസ്റ്റുണ്ട്, ഓർത്തോപീഡീഷ്യൻസ് ഉണ്ട്, ഡെൻറ്റിസ്റ്റുകളുണ്ട്. അപ്പം അവരെല്ലാം അവരുടെ ഒരു സമയം ആഴ്ചയിലൊരിക്കലൊരു വിസിറ്റ് അങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവിടെ തന്നെ ഒരു ഡെന്റൽ ചെയറും മറ്റുമൊക്കെ ഉണ്ടാവും. അത്യാവശ്യം എല്ലാവരെയും പീരിയോഡിക്കലി, അത് ആഴ്ചയിലൊരിക്കൽ ഡോക്ടേഴ്സ് ഒന്ന് വന്ന് ഇവരുടെ എല്ലാ ആവശ്യങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കി. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ നഴ്സസും ലാബ് ടെക്നീഷ്യൻസും തന്നെ ഉണ്ട്. അപ്പം അവർ കൃത്യമായിട്ട് ഇവരുടെ ആ ആരോഗ്യ പരിപാലനത്തിന് നല്ലൊരു കെയർ, ഒരു മോണിറ്ററിങ് സിസ്റ്റം ഉണ്ടായിരിക്കും. പിന്നെ അവിടെ തീർച്ചയായിട്ടും ഒരു ആംബുലൻസും ഒക്കെ കാണും. ഒരു എമർജൻസിക്ക് പെട്ടെന്നൊന്ന് ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ അതിനുള്ള ഏർപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഞങ്ങൾ ആദ്യം. പിന്നെ ഇതിനൊക്കെ ഉപരി ഒരു സ്നേഹവും ഒരു കെയറും, ഇതിനെല്ലാത്തിലും ഏറ്റവും ഉപരി പ്രാർത്ഥനയും ഉണ്ടാവും. അതാണല്ലോ ഏറ്റവും വേണ്ടത്. അപ്പോൾ ആരോഗ്യ പരിപാലനത്തിനൊപ്പം ആത്മീയ പരിപാലനം തീർച്ചയായിട്ടും വളരെ ശക്തമായ രീതിയിൽ തീർച്ചയായിട്ടും. അല്ലെങ്കിൽ പിന്നെ ആശുപത്രി വേറെ ഉണ്ടല്ലോ. അതെ. അപ്പം ആശുപത്രിയിൽ ആരും പ്രാർത്ഥിക്കുന്നില്ലല്ലോ. ഇത് തീർച്ചയായിട്ടും അവർക്ക് വേണ്ടുന്ന എല്ലാ ആ തരത്തിലുള്ള പരിപാലനവും നമ്മൾ കൊടുക്കും. കൂട്ടത്തിൽ പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്. ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം കൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്, ആത്മീയ പരിപാലനം. തീർച്ചയായിട്ടും ഇതുപോലുള്ള സംരംഭങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ എല്ലാം ഒരു ചാപ്പലോ അതുപോലെ തന്നെ ഒരു ആരാധനാലയമോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിനുള്ള അവസരമോ ഉണ്ടാകാറുണ്ട്. ഇവിടെ അതിന് എന്ത് ക്രമീകരണമാണ് ഒരുക്കുന്നത്? ഉണ്ട്. അവിടെ നല്ലൊരു ചാപ്പലുണ്ട്. 300-ലധികം സീറ്റുള്ളൊരു നല്ല ചാപ്പൽ. അതെപ്പോഴും തുറന്നിരിക്കും. ആർക്കും അവിടെ പോയിരിക്കുകയും പ്രാർത്ഥിക്കുകയും മറ്റും ചെയ്യാം. അതല്ലാതെ തന്നെ അവിടെ രാവിലെയും വൈകിട്ടും ഡിവോഷൻ, പ്രെയർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കൂടാതെ ആ അഗാപ്പെ ബിൽഡിങ്ങിൽ നമുക്ക് ഒരു ക്യാമ്പ് സെൻറ്ററും ഒരു ട്രെയിനിങ് സെൻറ്ററും ഉണ്ട്. അപ്പം സെമിനാർ റൂംസ്, ക്ലാസ് റൂംസ്, ഡോമിറ്ററീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില പരിശീലന കാര്യങ്ങളും ഒക്കെ ക്യാമ്പുകളും ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൂടുതലും ഒരു ആത്മീയ പരിവേഷമുള്ള ക്യാമ്പുകളും ട്രെയിനിങ്ങുകളും ഒക്കെ ആയിരിക്കും. അപ്പം തീർച്ചയായിട്ടും ഒരു ആത്മീയ അന്തരീക്ഷം അവിടെ മൊത്തത്തിലുണ്ടാവും. ഈ ചാപ്പൽ അതിനകത്തൊരു ഹൈലൈറ്റാണ്. തീർച്ചയായിട്ടും ചാപ്പലിലൊരു ചാപ്ലൈൻ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഒരു പാസ്റ്ററെങ്കിലും അവിടെ മിനിമം കാണും. ആത്മീയ പരിപാലനത്തെക്കുറിച്ചും ആരോഗ്യ പരിപാലനത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ അത്തരം പ്രായത്തിലുള്ളവരാണ്. അവരുടെ വിശ്രമ ജീവിത കാലയളവാണ്. കായികമായി അവരെ പരിപോഷിപ്പിക്കുവാൻ, അവരുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുവാനൊക്കെയുള്ള ഏതെല്ലാം രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഇതിൻ്റെയോടൊപ്പം ഒരുങ്ങുന്നത്? നല്ലൊരു ചോദ്യമാണ്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ കോമ്പൗണ്ടിന് ചുറ്റും നടക്കാനും ജോഗ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഫെസിലിറ്റി അവിടെ ക്രമീകരിക്കുന്നുണ്ട്. ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളുണ്ട്. മാത്രമല്ല ഷട്ടിൽ കോട്ട് കളിക്കുവാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള ഫെസിലിറ്റികളോട് ഉണ്ടായിരിക്കുന്നതാണ്. ചെറിയൊരു ജിമ്മ് പോലെ നമ്മളവിടെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ആരോഗ്യ പരിപാലനത്തിനായിട്ട് വിനിയോഗിക്കാവുന്നതാണ്. അതിന് വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസും എല്ലാം നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടുത്തെ താമസക്കാർ എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ ഉള്ളവർ മാത്രം ആയിരിക്കണമെന്നില്ല. വിദേശത്തുള്ളവരും അങ്ങനെയുള്ളവർ ധാരാളം കാണും. പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിൽ, പല സ്ഥാനങ്ങളിൽ, പല പദവികളിലൊക്കെ ജോലി ചെയ്തവരൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ക്രമീകരണമാകുമ്പോൾ. അപ്പോൾ അടിയന്തരമായി അവിടെ മറ്റൊരാവശ്യം വരുന്നത് ലീഗലി അഡ്വൈസ് ചെയ്യുക, അല്ലെങ്കിൽ ലീഗലി നിയമപരമായിട്ടുള്ള ആവശ്യങ്ങളാണ്. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഇതിൻ്റെ ഡയറക്ടേഴ്സിൽ 2 പേർ അഡ്വക്കേറ്റ്മാരുമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ആ ഒരു തലത്തിലുള്ള സഹായം ഏത് രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെയും ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർക്ക് ഉണ്ടാകുന്ന എല്ലാ ലീഗൽ കൺസൾട്ടൻസി ആവശ്യങ്ങൾക്കും ഞങ്ങളതിന് വേണ്ട ലീഗൽ അഡ്വൈസ് കൊടുക്കുവാനായിട്ടുള്ള സംവിധാനവും അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ ഇപ്പോൾ പ്രായമായിട്ട് വരുന്നവർക്ക് വില്ലെഴുതുക, അതുപോലെ അവരുടെ ഡോക്യുമെൻ്റ് ഇഷ്യൂസ്, അവരുടെ ട്രിവാൻഡ്രത്തിന് പുറത്തുള്ള അവരുടെ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇവ കാര്യങ്ങൾ വേണ്ട എല്ലാ ലീഗൽ അഡ്വൈസുകളും അവർക്ക് വേണ്ട കൺസൾട്ടേഷനും ഒക്കെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഞാനത് ചോദിക്കാൻ കാര്യം, പ്രത്യേകിച്ച് ഇതുപോലെ പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന പല പ്രിയപ്പെട്ടവരും പുറത്തുപോയി ഇതുപോലെ തന്നെ നിയമജ്ഞരെയൊക്കെ കാണുകയും പലപ്പോഴും വലയുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പല താമസ സൗകര്യങ്ങളും കേരളത്തിലുണ്ടെങ്കിലും പലർക്കും ചിലപ്പോൾ ചില മാസങ്ങളിലേക്ക് വിശ്രമ ജീവിതത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവധി ആഘോഷിക്കാൻ വരുന്നവർക്ക് വേണ്ടിയൊക്കെ ഉള്ള താമസ സൗകര്യങ്ങളുണ്ട്. പക്ഷേ
ഇതുപോലെയുള്ള ചില സൗകര്യങ്ങളിൽ അവർ കുരുങ്ങി പോകുന്നത്, വലഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്തരൊരു ചോദ്യം ചോദിച്ചത്. നിശ്ചയമായിട്ടും അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു നിയമസഹായവും ലഭിക്കും. തീർച്ചയായിട്ടും വേണ്ട എല്ലാ നിയമസഹായവും നിങ്ങൾ കൊടുക്കും. അവർ പലപ്പോഴും തെറ്റായ ചില ഉപദേശങ്ങൾ അവർക്ക് കിട്ടിക്കൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള അപകടങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത്. അപ്പം നമ്മളതിന് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അതിൻ്റെ പ്രോപ്പർ ഒരു ലീഗൽ കൺസൾട്ടേഷൻ, ലീഗൽ അഡ്വൈസ് നമ്മൾ കൊടുത്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള നടപടികൾ ഉൾപ്പെടെ നമ്മൾ ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇങ്ങനൊരു സംരംഭം ആരംഭിക്കുമ്പോൾ സമൂഹത്തിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? വളരെ നല്ല പ്രതികരണമാണ്. കാര്യം പോത്തങ്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും അവിടെയുള്ള സ്റ്റാഫ് അംഗങ്ങളും ഭരണസമിതിയെല്ലാം വളരെ നല്ല പ്രോത്സാഹനവും വളരെ സഹായങ്ങളുമൊക്കെയാണ് ആദ്യം മുതൽ ഞങ്ങൾക്ക് ചെയ്തു തരുന്നത്. അവർക്ക് വളരെ എക്സൈറ്റഡ് ആണ്. കാര്യം പോത്തങ്കോട് പഞ്ചായത്തിലെ ഏറ്റവും വലിയ കെട്ടിടം ഇതാണ് പോലും. അതുകൊണ്ട് അവരത് വളരെ സമയമെടുത്തൊക്കെയാണ് അത് സ്ക്രൂട്ടിനി ചെയ്ത് അതിൻ്റെ പെർമിറ്റൊക്കെ തന്നത്. അപ്പോൾ അവരും വളരെ സന്തോഷത്തിലാണ്, നല്ലൊരു പ്രസ്ഥാനം വരുന്നു എന്നുള്ളതുകൊണ്ട്. അപ്പം അവിടെയുള്ള അയൽവക്കക്കാരും എല്ലാം വളരെ സ്നേഹത്തോടെയാണ്, നല്ലൊരു കാര്യമാണല്ലോ ഇവിടെ വരുന്നത്, ഇവിടെ എല്ലാം മൊത്തത്തിലൊന്ന് തെളിയും എന്നുള്ള ആ ഒരു വലിയ സന്തോഷത്തിലാണ്. ഇതുവരെയും കണ്ടിടത്തോളം വളരെ നല്ല പ്രോത്സാഹനമാണ് എല്ലാ ഭാഗത്തു നിന്നും കിട്ടുന്നത്. അതിനിയും അങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ഇവിടെ നമ്മൾ അഗാപ്പെ സെൻ്ററിൻ്റെ കാര്യം പറഞ്ഞു, ചാരിറ്റി പ്രവർത്തനങ്ങൾ, ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഒരു വശത്ത് പ്രായമായവരെ പുനരധിവസിപ്പിക്കുന്നു, അവരുടേതായ ചിലവുകൾ വളരെ കൂടുതലാണ്, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ ചെയ്തു വരേണ്ട കാര്യങ്ങളാണ്. അതിന് എങ്ങനെയാണ് ഉദാരമായ സംഭാവനകൾ സ്വീകരിക്കുകയോ അങ്ങനെ വല്ല ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ടോ, അതോ ഇവരിൽ നിന്ന് തന്നെ എന്തെങ്കിലും വരുമാനം അതിന് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടോ? ഞങ്ങൾ അതിനകത്ത് പ്രതീക്ഷിക്കുന്നത് നമുക്ക് അവിടെ കമ്മ്യൂണിറ്റിക്ക് തന്നെ പ്രയോജനപ്പെടുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവിടുത്തെ പാവപ്പെട്ട കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കുക, അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള അവർക്ക് ജോലിപരമായ കാര്യങ്ങൾക്കൊരു സ്കിൽ ട്രെയിനിങ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നതോടൊപ്പം തന്നെ മുമ്പ് പറഞ്ഞതുപോലെ പ്രായമായ ഒറ്റപ്പെട്ടു പോയ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരുന്നവർക്ക് അവരെ അവിടെ താമസിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നിശ്ചയമായിട്ടും ദൈവസ്നേഹത്തിൽ ആ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ നല്ല മനസ്സിനെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ ഈ യൂണിറ്റുകൾ കിട്ടുന്ന ഡിപ്പോസിറ്റുകൾ കൊണ്ട് പണികളും എല്ലാം തീരുകയില്ല. വലിയൊരു ഫണ്ട് നമുക്ക് ആവശ്യമാണ്. നിശ്ചയമായിട്ടും ഞങ്ങൾ വിശ്വാസത്തോടെ ആ സ്റ്റെപ്പ് എടുത്ത് വെച്ച് ദൈവം അത് സാധിപ്പിച്ചു തരും. ആ നല്ല മനസ്സുള്ളവരെ ദൈവം അതിനുവേണ്ടി എഴുന്നേൽപ്പിക്കും എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്നു. നിശ്ചയമായിട്ടും ഞങ്ങൾ അതിനെ പ്രതീക്ഷിക്കുന്നു. അത് ഒരു നല്ല നിക്ഷേപമാണ്. കാര്യം അത് നിശ്ചയമായിട്ടും ദൈവനാമ മഹത്വത്തിനത് കാരണമായി തീരും. സമൂഹത്തിൽ നമ്മുടെ ആ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കുറവാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള നല്ലൊരു അവസരം കൂടെയാണ്. അങ്ങനെ സുമനസ്സായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. വേറിട്ട ഒരു ദർശനമാണ് അത്. പ്രാവർത്തികമാക്കുമ്പോൾ അതിൻ്റെതായ അതിൻ്റെ പിന്നിൽ ധാരാളം കഷ്ടപ്പാടുകളുണ്ട്, ശരിക്കും പ്രയത്നമുണ്ട്, ശരിക്കും പ്രാർത്ഥന ആവശ്യമായിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഇത്രത്തോളം ഈ സംരംഭത്തെക്കുറിച്ച് ഇത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞു, പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ്? ദൈവം തന്നൊരു ദർശനമാണ് ഹൗസ് ഓഫ് ഹോപ്പ്. ഇത് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും പ്രായമാവുമ്പോൾ സഹായങ്ങൾ ആവശ്യമാണ്. അത് ഭക്ഷണവും മരുന്നും മാത്രമല്ല, താമസിക്കാനൊരിടവുമല്ല, മിണ്ടിയും പറഞ്ഞിരിക്കാൻ ആൾക്കാരുമല്ല. ഇവിടെ കണ്ണടയ്ക്കുമ്പം അപ്പുറത്ത് പോയി കണ്ണ് തുറക്കണം. അപ്പം ആ പ്രത്യാശയോടെ അക്കരയ്ക്ക് പോകണം. അപ്പം അതിനുള്ളൊരു ഉദ്യമമാണ് ദൈവത്തിൽ ആശ്രയിച്ച് തുടങ്ങിയിരിക്കുന്നത്. കർത്താവ് ഇതുവരെ നടത്തിയ സ്ഥലം ദൈവം അതിശയകരമായി തന്നു. ഈ ഒരു മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളെല്ലാവരും ഒന്നിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇതുവരെയുള്ള നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും സഹകരണങ്ങൾക്കും പ്രോത്സാഹനത്തിനും നന്ദി. ഇനിയും മുന്നോട്ട് പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ അനേക ഹൗസ് ഓഫ് ഹോപ്പുകൾ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യം. ആവശ്യം അതുപോലെയാണ്. അതുകൊണ്ട് പ്രായമായ ഒരപ്പച്ചനും ഒരമ്മച്ചിയും അല്ലെങ്കിൽ പ്രായമായ ഒരു വ്യക്തിയും ഒറ്റപ്പെട്ടു പോകരുത്, അനാഥത്വം അനുഭവിക്കരുത്, കഷ്ടപ്പെടരുത്, പട്ടിണി കിടക്കരുത്. ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യാശയില്ലാതെ ഇവിടം വിട്ടു പോകാൻ ഇടയാവരുത്. അതുകൊണ്ട് ഈ ഒരു ഉദ്യമത്തിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം എന്നുള്ളൊരു തീരുമാനം നമുക്ക് എടുക്കാം.
ദൈവം സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവസഭ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ വളരെ നന്നായി അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ദൈവിക സേവ ചെയ്തു, സമൂഹത്തെ സേവിക്കുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും അവർ ഉത്സാഹിച്ചിരുന്നു. എന്നാൽ ഇക്കാലത്ത് വിശ്വാസികൾ തന്നെ തങ്ങളിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. ദൈവസഭാ സമൂഹത്തിലും അത് ധാരാളമായി കാണുന്നു. എന്നാൽ അങ്ങനെയല്ല എന്നുള്ളതാണ് ദൈവവചനം നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. യാഗത്തിലല്ല, കരുണയിൽ അത്രയും ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് വന്ന് കാണുമീൻ എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ ആർദ്രമായ ഒരു ഹൃദയം, കരുണയുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. ഈ കാലഘട്ടത്തിൽ ദുഃഖിതരും വേദനിക്കുന്നവരുമായവരെ ചേർത്ത് പിടിക്കുവാനും സമൂഹത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും ഒക്കെ ദൈവസഭയ്ക്ക് കഴിയണം. ഹൗസ് ഓഫ് ഹോപ്പ് അത്രയും വലിയൊരു ദർശനത്തോടെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുമ്പോൾ അതിനെ ചേർത്ത് പിടിക്കുവാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ, അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉത്സാഹിക്കുവാൻ, പ്രോത്സാഹിപ്പിക്കുവാനൊക്കെ ദൈവസഭ സമൂഹത്തിന് കഴിയണം. അങ്ങനെ കഴിയട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.